ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഡെയിലി വ്ളോഗ്സ് കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വീണ്ടും വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെളിയിൽ പോകാൻ പറ്റിയൊരു ദിവസമാണ്. വെളിയിൽ പോകാനായിട്ട് ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. സക്സസ് ആവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഒരുമിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഒരു അവധിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് വൈപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. വെയിലുള്ള ദിവസമാണെങ്കിൽ പിന്നെ നല്ല മൂഡായിരിക്കും അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പതിവ് തെറ്റിക്കാതെ തന്നെ ഞാൻ രാവിലെ തന്നെ കർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുകയാണേ. ആ വെയിൽ വീട്ടിലോട്ട് അടിക്കുമ്പോൾ എന്ത് രസം എന്നറിയോ വീടിന്ന് കാണാനായിട്ട്. എന്തായാലും എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കർട്ടൻ ഞാൻ എപ്പോഴും ഓപ്പൺ ആക്കുന്നൊരു പരിപാടി ആയതുകൊണ്ടാണ് ഇന്നും ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ നമ്മുടെ പതിവ് പോലുള്ള ഡ്യൂട്ടി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവലാണ്. അച്ചുവിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്ന സമയത്ത് അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവലെടുക്കാമെന്ന് വെച്ചു. കാരണം വീട്ടിൽ പഴം ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അവലും പഴവും പഞ്ചസാര കൂടി ചേർത്ത് കഴിക്കാമെന്ന് വെച്ചു. പാലൊന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോഫി ഒന്ന് ആയി കഴിഞ്ഞിട്ട് അവലുണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ചില സമയത്ത് ഞാനിങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് പാളിപ്പോയാലോ എന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം പറയാൻ പറ്റത്തില്ല, നമ്മുടെയൊക്കെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ആ പാലൊന്ന് തിളച്ച് വീഴുന്നതെന്നുള്ളത്. എനിക്കത് ക്ലീൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകാത്തത്. കോഫിക്കുള്ള ഷുഗർ ഇട്ടപ്പോഴാണ് അറിഞ്ഞത് ഷുഗർ തീർന്നു പോയെന്നുള്ളത്. അതുകൊണ്ട് സ്റ്റോക്ക് വേറെ ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഷുഗർ എടുത്തിട്ടു. അങ്ങനെ പാല് പതുക്കെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോഫി അങ്ങോട്ട് റെഡിയായി. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയം അല്ലെങ്കിൽ അച്ഛന് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് മാത്രമായിരിക്കും ഈ കോഫിയൊക്കെ കിട്ടുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ദിവസമാണെങ്കിൽ കോഫി ഒന്നും കുടിക്കാൻ പോലുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് കോഫി കുടിക്കത്തൊന്നുമില്ല. അന്ന് അമ്മ തന്ന ആ സെയിം രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുറന്നപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കപ്പലണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇപ്പം അവൽ ഞാൻ നനയ്ക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവലും ശർക്കരയും ഉള്ള കോമ്പിനേഷനാണ് ഇഷ്ടം. പക്ഷേ ശർക്കര ഇപ്പം മേടിക്കണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ പോയി മേടിക്കണം. അപ്പം ശർക്കര ഇടുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ ഓർത്ത് പഞ്ചസാര ഇട്ട് ഇങ്ങനെ കഴിക്കാന്നുള്ളത്, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാന്നുള്ളത്. ശർക്കര പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ അവലൊക്കെ നനച്ച് കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു 5-6 പീസസ് പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനത്തെ ഒക്കെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുള്ള ബാക്കി പഴങ്ങളാണ് എടുത്തത്. എല്ലാം പഴം എടുത്തു കേട്ടോ. അങ്ങനെ എനിക്ക് 3 അച്ഛനും 3 പഴം വെച്ചിട്ടാണ് എടുത്തത്. എനിക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുള്ള ദിവസം എനിക്ക് അത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ചില സമയത്ത് എല്ലാ ഡ്യൂട്ടീസും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. 1-2 വല്ലതും മിസ്സായി പോവും. അങ്ങനെ മാക്സിമം ഞാൻ നോക്കും ആ ദിവസം തന്നെ ആ ഡ്യൂട്ടീസൊക്കെ തീർക്കാനായിട്ട്. പിന്നെ അച്ചുള്ള ദിവസമാണെങ്കിൽ മിക്ക ഡ്യൂട്ടീസും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി ആയിരുന്നു തുണി മടക്കി വെക്കൽ. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ മാക്സിമം ആ സമയത്ത് തന്നെ മടക്കി വെക്കാനായിട്ട് നോക്കും. പിന്നെ ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിൽ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായിരിക്കും അതൊക്കെ മടക്കി വെക്കുന്നത്. ഇനിയിപ്പം കെറ്റിലിൽ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഒന്ന് പയറുതോരൻ വെക്കാമെന്നുള്ളത്. കാരണം കുറേ നാളായി പയറുതോരൻ എന്ന് വെച്ചിട്ട്. മിക്ക സമയത്തും ഇവിടെ ഇപ്പം ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ പയർ വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ ബ്രൗൺ പയർ തോരൻ വെക്കാമെന്നുള്ളത്. എനിക്ക് ബ്രൗൺ പയർ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പയറിനായിട്ട് എനിക്കിഷ്ടം ബ്രൗൺ പയറാണ്. അപ്പോൾ ഇന്ന് ആ ഒരു തോരൻ വെക്കാമെന്ന് വെച്ചു. പിന്നെ കറിയായിട്ട് ഞാൻ ഇന്ന് വെക്കാനായിട്ട് പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് സാമ്പാർ. ഫേവറേറ്റ് ആയിട്ടുള്ള തോരനുമാണ് പയർ തോരൻ. അപ്പോൾ ഇന്ന് 2 ഫേവറേറ്റ്സ് അങ്ങ് വെക്കാമെന്ന് വെച്ചു. ഈ സമയത്ത് അച്ചു കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു അരി മേടിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീട്ടിൽ അരി തീർന്നിട്ട്. അപ്പോൾ ആ ടൈമിൽ ലോങ് ഗ്രെയിൻ റൈസും ബസ്മതി റൈസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മാറി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് ഒത്തിരി നാളൊന്നും ഞങ്ങൾക്ക് തിന്നാനായിട്ട് പറ്റത്തൊന്നുമില്ല. ആകെ ഒരാഴ്ച എങ്ങാണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു. പിന്നെ ഇനി നമ്മുടെ മട്ട റൈസ് കിട്ടാതെ പിന്നെ ഒരു തൃപ്തി വരുന്നില്ലാത്തതുകൊണ്ട് ഇന്ന് അച്ചു ഓർത്തൊന്ന് പോയി മേടിച്ചേക്കാന്നുള്ളത്. അങ്ങനെ അച്ചു പോയേക്കുവാണ്. അപ്പം ഞാൻ ആ ടൈമിൽ സാമ്പാറൊക്കെ ഒന്ന് വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇറങ്ങാമല്ലോ വെളിയിലോട്ട്. കാരണം ഇന്ന് നല്ല വെയിലല്ലേ. അതുകൊണ്ട് എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ അമൽ ജ്യോതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ വീക്കെൻഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ വരായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പപ്പയോ അല്ലെങ്കിൽ വീട്ടിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും വെക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാം എനിക്ക് സാമ്പാറും പയറും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ അവർ ആ ഫുഡൊക്കെ വെക്കുമ്പോഴേ എനിക്ക് എന്ത് സന്തോഷം അറിയാം. കാരണം അമൽ ജ്യോതിയിലെ
അമൽ ജ്യോതി പോട്ടെ, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ആ ഒരു ബുദ്ധിമുട്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ ആ ഒരു, അതും നമ്മുടെ ആ ഒരു ഫേവറേറ്റ് ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇന്ന് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തു. പിന്നെ സാമ്പാർ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നത് മമ്മിയാണ്. കാരണം എന്നെ ആദ്യം സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് മമ്മിയാണ്. അത് വേറൊരു വലിയ കഥയാണ്. അത് ഞാൻ അടുത്ത പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാവേ. ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അച്ചു വന്നിട്ടുണ്ടായിരുന്നു അരി കൊണ്ട്. അപ്പം അച്ചു ഇപ്പം ആ ഒരു റൈസ് കണ്ടെയ്നറിനകത്ത് നമ്മുടെ അരി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് ശരിക്കും പറഞ്ഞൊരു 10 kg സ്റ്റോറേജ് കണ്ടെയ്നറാണ് അത്. പക്ഷെ അച്ചു ഫുള്ള് നിറച്ചിട്ടില്ല, അപ്പം പകുതി വരെ നിറച്ചിട്ടുള്ളൂ. എന്തായാലും അത് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇവിടെ ഇപ്പം നമുക്ക് അരിയൊക്കെ കാണാനായിട്ട് പറ്റും എത്ര ലെവൽ വരെ എത്തിയെന്നുള്ളത്. അപ്പോൾ തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും തീരാറായെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിറച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം അരി ഞാൻ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുക്കറിലൊന്ന് വെക്കാമെന്ന് വെച്ചു. കാരണം സാമ്പാറായിട്ടുണ്ട്, പയറ് തോരനുമായിട്ടുണ്ട്. ഇനിയിപ്പം അരി മാത്രം ഒന്ന് ആയാൽ മതി. ഇന്നത്തെ ദിവസം എനിക്കിന്ന് വാക്യൂം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചു പറഞ്ഞു അച്ചു അത് ചെയ്യാന്നുള്ളത്. അങ്ങനെ അച്ചു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓർത്ത് കുക്കറിലിരിക്കുന്ന ആ ഒരു സാമ്പാറിനെ വേറൊരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ കുക്കർ എനിക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ചോറ് വെക്കാമല്ലോ. എന്നിട്ട് പിന്നെ എനിക്കിനി കടുകൊന്ന് ആക്കണം സാമ്പാറിന് വേണ്ടി. അപ്പോൾ അപ്പുറത്തെ കുക്കറിലുള്ള ആ ഒരു പയറ് തോരൻ ഞാൻ ഇപ്പുറത്തെ ഒരു പാത്രത്തിലോട്ടാക്കി വെക്കുകയാണ്. ഇത് ഞാൻ കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാറിന് വേണ്ടി. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് വിശക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തുനിന്ന് പിന്നെ പുറത്ത് പോയി വന്ന് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് റോയൽ വിക്ടോറിയ പ്ലേസിലാണ്. ആ ഒരു വലിയ മാള് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ചില റീൽസ് ഞാൻ അത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോകാമെന്ന് വെച്ചു. കാരണം അവിടെ കുറച്ച് ക്രിസ്മസ് ഡെക്കോർസ് വന്നിട്ടുണ്ട്. ടെൻബ്രിഡ്ജ് വെൽസിൽ അങ്ങനെ വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ കയറിയത് ബൂട്ട്സിലാണ്. ബൂട്ട്സിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൂട്ട്സിൽ കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത്. പക്ഷെ അവിടെ അങ്ങനെ വലിയ ഓഫേഴ്സൊന്നും ഞങ്ങൾ കണ്ടൊന്നുമില്ല. പിന്നെ ഇതിലേ നടന്നു ഡെക്കറേഷനുള്ള പ്ലേസിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ ടെഡിബെയറിനെ അവിടെ കണ്ടത്. അപ്പോൾ എനിക്ക് ടെഡിബെയർ വീക്ക്നെസ് ആയതുകൊണ്ട് അപ്പോൾ ആദ്യം അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ ആയി. ടെൻബ്രിഡ്ജ് വെൽസിലെ ക്രിസ്മസ് ഡെക്കോർസ് കണ്ടപ്പോഴാണ് ശരിക്കും ഷെഫീൽഡിൻ്റെ ആ ഒരു വില മനസ്സിലായത്. കാരണം ഷെഫീൽഡിൽ ഇതിലും നല്ല ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. സിറ്റി സെൻറ്റർ ആണെങ്കിലും ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര കുറവാണ് കേട്ടോ. ഇവിടെ ഈ ഒരു റോയൽ വിക്ടോറിയ പ്ലേസിൽ എന്ന് വെച്ചാൽ ആ ഒരു ഷോപ്പിംഗ് മോളിനകത്ത് കുറച്ച് ഡെക്കറേഷൻസ് മാത്രമുണ്ട്. ഈ ഒരു ടെഡിബെയർ, പിന്നെ വേറൊരു ബോളിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. കുറച്ച് വിഷമമായി. എന്നാലും ഷെഫീൽഡ് എന്നുള്ള ആ ഒരു 2 വർഷം അവിടെ ക്രിസ്മസ് സ്പെൻഡ് ചെയ്ത് ഒരു ഓർമ്മകളൊക്കെ വന്ന് കയറിയ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് നല്ല ക്യൂട്ടല്ലേ കാണാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓർത്തുനിന്ന് പിന്നെ വെളിയിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിക്കാമെന്നുള്ളത്. കാരണം അടുത്ത ദിവസം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഈ ഒരു സാന്റാക്ലോസിൻ്റെ വില്ലേജ് കണ്ടത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കയറുന്നതിൻ്റെ എന്തോ ഒരു ബുക്കിംഗ് ഫീ എങ്ങാണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ആരുമായിട്ട് അറിയത്തില്ല. ഞങ്ങൾ എന്നാലും കയറിയൊന്നുമില്ല, പുറത്ത് നിന്ന് മാത്രം ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അവിടെ ഇറങ്ങി പിന്നെ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മളൊരു ഫുഡ് മേടിച്ചത്. ഒരു നൂഡിൽസും പിന്നെ ഒരു ബോബ ടീ ആയിരുന്നു മേടിച്ചത്. ബോബ ടീയുടെ ഫ്ലേവർ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അതേതോ ഒരു നല്ല ഫ്ലേവർ ആയിരുന്നു. ബ്ലൂബെറിയുടെ ഒരു ബോബാസ് ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ബോബ ടീക്ക്. പിന്നെ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു മേടിച്ചത്. പിന്നെ ഇപ്പുറത്തെ ഒരു കേക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു വാനില സ്പോഞ്ച് കോൺ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണത് മേടിച്ചത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് ഞങ്ങൾ ടേക്ക് അവേ ആണ് എടുത്തത്, ഈ കേക്കും ആ ഒരു ഫുഡും. അങ്ങനെ വീട്ടിൽ നിന്ന് അതൊന്ന് നല്ല രീതിയിൽ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്. ബൈ.